തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 3 മാസങ്ങൾ കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാകും കേരളത്തിന്റെ ഭരണം ലഭിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളുള്ളത്. ഇടതുമുന്നണിക്ക് 3-ാം ഊഴം തുടർഭരണം ലഭിച്ചാൽ അത് കേരള ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാകും. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ന് ഏറെ പ്രതീക്ഷയേകുന്നതാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. BJP നേതൃത്വത്തിലുള്ള NDAക്ക് നിലവിൽ നിയമസഭയിൽ പ്രാതിനിധ്യമില്ലെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ 10-ൽ കുറയാത്ത സീറ്റുകൾ ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അവർ. 2024-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റും 20% വോട്ട് നേടി വളർച്ചയുടെ ഗ്രാഫ് ഗണ്യമായി ഉയർത്തിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം 20-ൽ നിന്ന് 14% താഴ്ന്നത് പാർട്ടിയെയും മുന്നണിയെയും അല്പം ആശങ്കയിലായിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ വിജയവും കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകളിലെ സീറ്റ് നില വർദ്ധിപ്പിച്ചതും പ്രതീക്ഷ പകരുന്ന ഒന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് രീതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്നതിലാണ് മുന്നണിയുടെ പ്രതീക്ഷ. 10 നിയമസഭാ സീറ്റുകളെങ്കിലും NDA മുന്നണിക്ക് ലഭിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറും. ഒരു തൂക്കസഭയിലേക്ക് പോകാനുള്ള സാധ്യത വരെ തള്ളിക്കളയാനാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ മേൽക്കോയ്മ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ 5 വർഷത്തിലും ഇടത് വലത് മുന്നണികൾക്ക് മാറി മാറി ഭരണം ലഭിക്കുന്നതായിരുന്നു കേരളത്തിലെ സ്ഥിതി. അതിനൊരു മാറ്റം വന്നത് 2021-ൽ LDF-ന് 2-ാം ഊഴം ലഭിച്ചതോടെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് BJPക്ക് ഉണ്ടായ വളർച്ചയെ ആസ്പദമാക്കിയാകും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ദിശാസൂചിക. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നാകുമോ LDF-നാകുമോ ഭരണം ലഭിക്കുകയെന്നത് BJPയുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിൽ BJP 20%-ഓളം വോട്ട് നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ LDF-നാണ് UDF-നേക്കാൾ മുൻതൂക്കം ലഭിച്ചത്. കോഴിക്കോട് ഇടതും വലതും ഏതാണ്ട് തുല്യനിലയിൽ തന്നെയാണ്. 20%-ഓളം വോട്ട് നേടിയ BJPക്ക് 7ഓളം ജില്ലകളിലെ 35-ലേറെ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാനുമാവും. 10ഓളം സീറ്റുകളിൽ വിജയ സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ സാഹചര്യം വന്നാൽ 2026-ൽ കേരളം ഒരു തൂക്കുസഭയ്ക്ക് വേദിയാകാനുള്ള സാധ്യതയും ഏറെയാണ്. BJPയുടെ വളർച്ച ഇരു മുന്നണികളിലെയും വോട്ട് ചോർത്തും. ഇടത് വലത് മുന്നണികൾ തമ്മിൽ നിലവിൽ 7.5 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമുണ്ടെങ്കിലും ഇതിൽ 6 ലക്ഷം വോട്ടുകളും മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം, എറണാകുളം ജില്ലകൾക്ക് പുറത്ത് UDF-ന് വലിയ മേൽക്കോയ്മയില്ലെന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അതിനാൽ 2026-ലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനങ്ങൾക്കപ്പുറമാവും. ഇടത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം എന്നതിലുപരി ന്യൂനപക്ഷ വോട്ടുകളുടെ സമ്പൂർണമായ ഏകീകരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാവുന്നത്. ഇത് രാഷ്ട്രീയ കേരളത്തിന് ഗുണകരമാകുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരാശങ്ക. മുസ്ലിം, ക്രിസ്ത്യൻ വോട്ടുകൾ ഈ രീതിയിൽ ഏകീകരിക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഹൈന്ദവ വോട്ടുകൾ 3 മുന്നണികൾക്കുമായി ലഭിക്കുകയും ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം പോലും ഹിന്ദു സമൂഹത്തെ കാര്യമായി സ്വാധീനിച്ചില്ലെന്ന് വേണം കരുതാൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നടക്കുന്നത് തീവ്ര പരിശോധനയിലൂടെ പരിഷ്കരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാകുമെന്നത് ഇടത് വലത് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്താകെ 20 ലക്ഷത്തോളം വോട്ടർമാരാണ് നിലവിലുള്ള പട്ടികയിൽ നിന്ന് പുറത്താകുന്നത്. ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആർക്കാണ് അനുകൂലമാക്കുക, ആർക്കാണ് പ്രതികൂലമാക്കുക എന്നത് പ്രവചനാതീതമാണ്. തദ്ദേശ ഫലത്തിന്റെ തനി ആവർത്തനമാകില്ല നിയമസഭാ ഫലം എന്നാണ് വിലയിരുത്തലുകൾ.